BCS തിയറി ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻസ്. BCS തിയറി എന്ന് പറഞ്ഞാൽ സൂപ്പർ കണ്ടക്ടിവിറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്ന ഒരു മെയിൻ തിയറിയാണ് BCS തിയറി. അതും അതിൻ്റെ അപ്ലിക്കേഷൻസും. First of all, BCS theory. BCS theory gives a satisfactory explanation for superconductivity. ഈ BCS തിയറിയാണ് സൂപ്പർ കണ്ടക്ടിവിറ്റീൻ്റെ മെക്കാനിസം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് ബാർദീൻ, കൂപ്പർ, ഷ്രീഫർ എന്ന 3 സയൻറ്റിസ്റ്റ് 1959 പ്രൊപ്പോസ് ചെയ്തത്. അതുകൊണ്ടാണ് BCS 3 സയൻറ്റിസ്റ്റിൻ്റെ ഫസ്റ്റ് ലെറ്റർ വെച്ചിട്ടാണ് BCS തിയറി എന്ന് പറഞ്ഞത്. ഇവരുടെ സൂപ്പർ കണ്ടക്ടിവിറ്റീൻ്റെ മെക്കാനിസം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഈ തിയറിയുടെ കോൺട്രിബ്യൂഷന് ഇവർക്ക് 1972 നോബൽ പ്രൈസും കിട്ടിയിട്ടുണ്ട്. ഇത് BCS തിയറി പറയുന്നത് ഇങ്ങനെയാണ്: 2 electrons in free space will be mutually repelled by Coulomb force, but in crystal lattice there is attractive lattice interaction which is greater than repulsive force. Hence, at low temperatures, certain electrons together bind by this force to form Cooper pairs. അപ്പോൾ ഒരു ഫ്രീ സ്പേസിൽ രണ്ട് ഇലക്ട്രോണും നെഗറ്റീവ് ചാർജാണ്. ഓപ്പോസിറ്റ് ചാർജർ അട്രാക്ട്, ലൈക്ക് ചാർജസ് റിപ്പൽ എന്നാണല്ലോ. പോസിറ്റീവ് റിപ്പൽ ചെയ്യും, നെഗറ്റീവ് റിപ്പൽ ചെയ്യും, പോസിറ്റീവും നെഗറ്റീവും അട്രാക്ട് ചെയ്യും. അപ്പോൾ ഈ രണ്ട് ഇലക്ട്രോണിന് ചാർജ് നെഗറ്റീവാണ്. അപ്പോൾ ഇത് തമ്മിൽ റിപ്പൽ ചെയ്യും ഒരു ഫ്രീ സ്പേസിൽ. പക്ഷെ ഒരു ക്രിസ്റ്റൽ ലാറ്റിസിൽ ഇതിനെ ലാറ്റിസ് എല്ലാം കൂടെ ബൈൻഡ് ചെയ്ത് നിൽക്കുകയാണ് ഒരു ക്രിസ്റ്റലിൽ. അപ്പോൾ ഒരു ലാറ്റിസ് ഇൻട്രാക്ഷൻ കൂടെ അവിടെ ഉണ്ടാകും. അപ്പോൾ ഇൻ സർട്ടൻ കണ്ടീഷൻസ് ഈ ലാറ്റിസ് ഇൻറ്ററാക്ഷൻ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് റിപ്പൾസീവ് ഫോഴ്സിനേക്കാളും ഗ്രേറ്റർ ആവും. ഈ റിപ്പൾസീവ് ഫോഴ്സ് കാരണം ഇത് തമ്മിൽ അകന്നു പോകുമ്പോൾ ലാറ്റിസ് ഇൻട്രാക്ഷൻ വഴി ഇത് ചേർത്ത് നിർത്തപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ലാറ്റിസ് ഇൻട്രാക്ഷൻ കൂടുമ്പോൾ ഈ അകന്ന് റിപ്പൽ ചെയ്ത് പോകാനുള്ള ചാൻസ് കുറയും. പക്ഷേ ഇത് അറ്റ് ലോ ടെമ്പറേച്ചേഴ്സ്, ചെറിയ ടെമ്പറേച്ചേഴ്സിൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. ടെമ്പറേച്ചർ കൂട്ടിയാൽ ഈ ലാറ്റിസ് ഇൻട്രാക്ഷൻ കാരണമുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ബ്രേക്ക് ആവും. അപ്പോൾ അറ്റ് ലോ ടെമ്പറേച്ചേഴ്സ്, ഈ ചെറിയ ടെമ്പറേച്ചറിൽ ഈ ഇലക്ട്രോൺസ് ടുഗദർ ബൈൻഡ് ചെയ്യും. അതായത് അറ്റ് ലോ ടെമ്പറേച്ചേഴ്സ് ഈ റിപ്പൾസീവ് ഫോഴ്സിനേക്കാളും അട്രാക്റ്റീവ് ഫോഴ്സ് ഡൊമിനേറ്റ് ചെയ്യും. അത് കാരണം ഈ അട്രാക്റ്റീവ് ഫോഴ്സ് കാരണം രണ്ട് ഇലക്ട്രോൺ തമ്മിൽ ബൈൻഡ് ചെയ്യും. ഈ ബൈൻഡ് ചെയ്ത ഈ പെയർ ഓഫ് ഇലക്ട്രോൺസിനാണ് കൂപ്പർ പെയേഴ്സ് എന്ന് പറയും. സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് കൂപ്പർ പെയേഴ്സ് എന്ന് പറയും. ഈ കൂപ്പർ പെയേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് സൂപ്പർ കണ്ടക്ടിവിറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഈ കൂപ്പർ പെയേഴ്സിന് കറൻറ്റ് ക്യാരിയിങ് കണ്ടക്ടറിലൂടെ ക്രിസ്റ്റലിലൂടെ ഡ്രിഫ്റ്റ് ചെയ്ത് പോകാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഇലക്ട്രോൺ സ്കാറ്റർ ചെയ്യാൻ കഴിയൂല. അപ്പോൾ the current flow is thus resistanceless and the material is superconducting. അപ്പോൾ ഇങ്ങനെ പെയർ ഓഫ് രണ്ട് ഇലക്ട്രോൺസ് കൂടി ചേർന്നിട്ടുള്ള ഈ കൂപ്പർ പെയർ ക്രിസ്റ്റലിൽ കൂടെ ഡ്രിഫ്റ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് നോ റെസിസ്റ്റൻസ് ആയിരിക്കും. അതിന് റെസിസ്റ്റൻസ് ഉണ്ടാവില്ല. അപ്പോൾ റെസിസ്റ്റൻസ്ലെസ് ആകുമ്പോൾ കണ്ടക്ഷൻ ഈസി ആവും, സൂപ്പർ കണ്ടക്ഷൻ നടക്കുന്നു. ഇതാണ് സൂപ്പർ കണ്ടക്ടിവിറ്റിനെ BCS തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ബട്ട് ഇൻ ഓർഡിനറി കണ്ടക്ടർ, ശരിക്കുള്ള ഒരു ഓർഡിനറി കണ്ടക്ടർ ആകുമ്പോൾ ഈ സൂപ്പർ കണ്ടക്ഷൻ ഇമ്പോസിബിളാണ് ഡ്യൂ ടു റീസൺസ്. രണ്ട് കാരണം കൊണ്ട് ഈ സൂപ്പർ കണ്ടക്ഷൻ ഇമ്പോസിബിൾ ആകും. എങ്ങനെ? ഡ്യൂ ടു റിപ്പൾസീവ് ഫോഴ്സ്. ഒന്ന്, റിപ്പൾസീവ് ഫോഴ്സ് കൂടുമ്പോൾ, അതായത് രണ്ട് ഇലക്ട്രോൺ തമ്മിൽ നെഗറ്റീവ് ചാർജസ് ആയതുകൊണ്ട് റിപ്പൾഷൻ ഉണ്ടാവും. ആ റിപ്പൾസീവ് ഫോഴ്സും പിന്നെ no two electrons can be in the same quantum state. പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. രണ്ട് ഇലക്ട്രോൺ സെയിം ക്വാണ്ടം സ്റ്റേറ്റ് ആയിട്ട് പെയറായി നിൽക്കുമ്പോൾ സെയിം ക്വാണ്ടം സ്റ്റേറ്റിൽ നിൽക്കാൻ കഴിയില്ല എന്നുള്ള ഈ രണ്ട് കാരണം കൊണ്ടും ഒരു ഓർഡിനറി കണ്ടക്ടറിൽ ഈ സൂപ്പർ കണ്ടക്ഷൻ നടക്കില്ല. പക്ഷേ BCS തിയറി പറയുന്നത് these two difficulties can be overcome under certain circumstances and superconductivity occurs. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ
ഈ രണ്ട് പ്രോബ്ലംസും മറികടന്നുകൊണ്ട് സൂപ്പർ കണ്ടക്ഷൻ നടക്കും. ഈ രണ്ട് പരിമിതികളെയും ഓവർകം ചെയ്യാൻ കഴിയും, എന്നിട്ട് സൂപ്പർ കണ്ടക്ഷൻ നടക്കും എന്നാണ് BCS തിയറി പറയുന്നത്. അതിൻ്റെ മെക്കാനിസം പറയുന്നു. ഇനി 2-3 കാര്യങ്ങൾ പറയാം. ഒന്ന് മീസ്നർ എഫക്റ്റ്. മീസ്നറും ഓഷൻഫെൽഡും കൂടിയാണ് ഇത് ഡിസ്കവർ ചെയ്തത്. ഇത് പറയുന്നത് മെറ്റാലിക് സൂപ്പർ കണ്ടക്ടർ ഗെറ്റ് എക്സ്പെൽഡ് ബൈ മാഗ്നറ്റിക് ഫീൽഡ് വെൻ കൂൾഡ് ബിലോ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. നമ്മൾ പറഞ്ഞു അറ്റ് ലോ ടെമ്പറേച്ചർ ആണ് ഈ സൂപ്പർ കണ്ടക്ടിവിറ്റി നടക്കുക. അപ്പോൾ ഒരു പരിധി വരെ ടെമ്പറേച്ചർ വരെ സൂപ്പർ കണ്ടക്ടിവിറ്റി നടക്കുന്നു. അതിൻ്റെ മേലേക്ക് സൂപ്പർ കണ്ടക്ടിവിറ്റി നടക്കില്ല, ആ ടെമ്പറേച്ചറിന് താഴെ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ ആ ബൗണ്ടറി ഓഫ് ടെമ്പറേച്ചറിനാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനേക്കാളും താഴെ ഈ സൂപ്പർ കണ്ടക്ടർ മെറ്റീരിയൽ കൂൾ ചെയ്താൽ മാഗ്നറ്റിക് ഫീൽഡിനെ എക്സ്പെൽ ചെയ്യുന്നു മീസ്നറും ഓഷൻഫെൽഡും കൂടി കണ്ടെത്തി. അതാണ് മീസ്നർ എഫക്റ്റ്. ഇറ്റ്സ് എ റിവേഴ്സിബിൾ പ്രോസസ്. ഹെൻസ് മീസ്നർ എഫക്റ്റ് സേസ് ദാറ്റ് superconductor never allows magnetic flux to exist in its interior. That is, magnetic flux B equal to 0 inside the. അപ്പോൾ ഇത് ഈ മാഗ്നറ്റിക് ഫീൽഡിനെ എക്സ്പെൽ ചെയ്യുക അല്ലെങ്കിൽ B equal to 0 ഇൻസൈഡ് എന്നുള്ളത് പെർഫെക്റ്റ് ഡയമagneറ്റിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ സൂപ്പർ കണ്ടക്ടർ ബിഹേവ് ആസ് എ പെർഫെക്റ്റ് ഡയമagnet എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ അതായത് മീസ്നർ എഫക്റ്റിൽ നിന്നും സൂപ്പർ കണ്ടക്ടിവിറ്റിൻ്റെ 2 സ്റ്റേറ്റാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്ന് സീറോ റെസിസ്റ്റിവിറ്റിയും ഒന്ന് പെർഫെക്റ്റ് ഡയമagnetism. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ ഐസോട്ടോപ്പിക് എഫക്റ്റാണ്. അത് മാക്സ്വെല്ലാണ് കണ്ടെത്തിയ 1950. ഇത് പറയുന്നത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ TC ഈസ് പ്രൊപ്പോർഷണൽ ടു മാസ്. അതായത് ഐസോട്ടോപ്പിക് മാസിന് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണ്. TC പ്രൊപ്പോർഷണൽ ടു m raised to -1/2. അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ ഐസോട്ടോപ്പിക് മാസ് കൂടുന്തോറും ട്രാൻസിഷൻ ടെമ്പറേച്ചർ അതായത് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ കുറയും. അടുത്തത് ഇലക്ട്രോണിക് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. The electronic specific heat capacity in the superconducting state varies with temperature in an exponential manner. അതായത് C of T, electronic specific heat capacity, is equal to A raised to minus delta by kT, where A is a constant, delta is the energy gap, K is the Boltzmann constant. Then energy gap is a characteristic feature of all superconductors, which determines their thermal properties as well as their response to high frequency electromagnetic field. ഈ എനർജി ഗ്യാപ്പ് സൂപ്പർ കണ്ടക്ടേഴ്സിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. ദെൻ നെക്സ്റ്റ് ഇലക്ട്രോൺ ഫോണോൺ ഇൻട്രാക്ഷൻ. ഈ കൂപ്പർ പെയർ ഫോർമേഷനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞു. അപ്പം in quantum mechanical terms, the first electron of wave vector k1 creates a virtual phonon vector q and loses a momentum, while the second electron wave vector k2 acquires this momentum during its collision with a virtual phonon so that the overall momentum is conserved. ഇത് പറയുന്നത് ഒരു വേവ് വെക്ടർ k1 ഒരു വിർച്വൽ ഫോണോണുമായിട്ട് കൊളൈഡ് ചെയ്യുമ്പോൾ അതിന് മൊമെൻറ്റം ലോസ് ചെയ്യും. എന്നിട്ട് ഈ ഫോണോണ് മറ്റൊരു വേവ് വെക്ടർ k2മായിട്ട് കൊളൈഡ് ചെയ്യുമ്പോൾ ഈ മൊമെൻറ്റം k2 എന്ന് പറഞ്ഞ വേവ് വെക്ടറിന് കിട്ടും. അപ്പോൾ ഈ ടോട്ടൽ മൊമെൻറ്റം കൺസേർവ്ഡ് ആയിരിക്കും എന്നാണ് പറയുന്നത് ഈ ഇലക്ട്രോൺ ഫോണോൺ ഇൻ്ററാക്ഷനിൽ.
ഈ ഫോണോൺസിന് വിർച്വൽ ഫോണോൺസ് എന്ന് പറയാൻ കാരണം ദേ ഹാവ് ഓൺലി ഷോർട്ട് ലൈഫ് ടൈം. Cooper pair is a pair of bound electrons having equal and opposite momenta and spins resulting from electron phonon interaction. കൂപ്പർ പെയറിൻ്റെ പിന്നെ കൂപ്പർ പെയറുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് മൊമെൻ്റ് ആൻഡ് സ്പിന്നായിരിക്കും. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് മൊമെൻ്റാവും സ്പിന്നും ആയിരിക്കും. അത് ഇലക്ട്രോൺ ഫോൺ ഇൻട്രാക്ഷൻ കാരണം കിട്ടുന്നതാണ്. ദെൻ BCS തിയറി ആണ് സൂപ്പർ കണ്ടക്ഷൻ എന്ന വലിയൊരു ഫിനോമിന ഫിസിക്കലി ഒരു ഡേ ടു ഡേ ലൈഫിൽ ഭയങ്കര ഒരു അപ്ലിക്കേഷനുള്ള സൂപ്പർ കണ്ടക്റ്റിവിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറി. അപ്പോൾ BCS തിയറിൻ്റെ ആപ്ലിക്കേഷൻ സൂപ്പർ കണ്ടക്ടിവിറ്റി ആണ്. അപ്പോൾ സൂപ്പർ കണ്ടക്ടിവിറ്റി നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ വളരെയധികം ഉപയോഗിക്കുന്ന ഒരു ഫിനോമിനാണ്. അപ്പോൾ സൂപ്പർ കണ്ടക്ടിവിറ്റി യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം ഡേ ടു ഡേ ലൈഫിൽ. സൂപ്പർ കണ്ടക്റ്റിംഗ് മെറ്റൽസ് ഹാവ് ബീൻ യൂസ്ഡ് ഇൻ NMR സ്പെക്ട്രോസ്കോപ്പീസ്. ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പിയിൽ സൂപ്പർ കണ്ടക്റ്റിംഗ് മാഗ്നറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഫോർ എഫക്റ്റീവ് മാഗ്നറ്റിക് ഷീൽഡിംഗ് സൂപ്പർ കണ്ടക്ടേഴ്സ് ആർ യൂസ്ഡ്. മാഗ്നറ്റിക് ഷീൽഡിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ മാഗ്നറ്റിക് എനർജി സ്റ്റോറേജിന് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ വേരിയസ് ഡിവൈസസ് ബേസ്ഡ് ഓൺ സൂപ്പർ കണ്ടക്റ്റിംഗ് ക്വാണ്ടം എഫക്ട്സ് എക്സ്ക്വിഡ്സ് സൂപ്പർ കണ്ടക്റ്റിംഗ് ക്വാണ്ടം ഇൻ്റർഫിയറൻസ് ഡിവൈസസ് സ്ക്വിഡ്സ് പോലുള്ള സൂപ്പർ കണ്ടക്റ്റിംഗ് ക്വാണ്ടം എഫക്ട്സ് ബേസ് ചെയ്തിട്ടുള്ള ഡിവൈസസ് ഉണ്ടാക്കാനും സൂപ്പർ കണ്ടക്ടിവിറ്റി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഫോർ ഹൈ സ്പീഡ് മാഗ്നറ്റിക് ട്രെയിൻസ് ഷിപ്പ് ഡ്രൈവ് സിസ്റ്റം ഒക്കെ സൂപ്പർ കണ്ടക്ടിവിറ്റിൻ്റെ ആപ്ലിക്കേഷനാണ്. പിന്നെ കമ്പ്യൂട്ടേഴ്സിൽ ഇൻഫർമേഷൻ പ്രോസസ്സിങ്ങിലൊക്കെ സൂപ്പർ കണ്ടക്ടേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് BCS തിയറി ആൻഡ് ആപ്ലിക്കേഷൻസ്.